വിദേശ രാജ്യങ്ങൾക്ക് ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച് അമേരിക്ക. ഇന്ത്യക്ക് 26% തീരുവയാണ് ചുമത്തിയത്. ചൈനയ്ക്ക് 32%, പാകിസ്ഥാന് 58% തീരുവ ഏർപ്പെടുത്തി. അമേരിക്കയുടെ വിമോചന ദിനമെന്നാണ് പ്രഖ്യാപന ശേഷം ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. അപർണ കുറുപ്പ് വിവരങ്ങളുമായി. അപർണ, ഒരുപക്ഷെ ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ ഇടയുള്ള തീരുമാനം എന്നാണ് ആഗോളതലത്തിൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഇന്ത്യയെ സംബന്ധിച്ച് 26% തീരുവ എന്ന് പറയുമ്പോൾ അത് ചെറിയ ചലനങ്ങളല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കണക്കുകൾ എന്തൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്? ശ്രീജ, ഈ പറഞ്ഞു വരുന്ന പോലെ തന്നെ ട്രംപിന്റെ കടുംവെട്ട് എന്നാണ് ഈ സാമ്പത്തിക വിദഗ്ധർ തന്നെ ഈ വിഷയത്തെ വിലയിരുത്തുന്നത്. ഇത് നേരത്തെ തന്നെ ട്രംപ് പ്രഖ്യാപിച്ച കാര്യമാണ്. അത് ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം. അപ്പോഴും ഈ ഉയർന്ന ഈ പകരച്ചുങ്കം പ്രഖ്യാപിക്കുമ്പോൾ താൻ ഇതിലൊക്കെ ദയാലുവാണ് എന്നുള്ള ഒരു നിലപാട് പലതവണ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ട്രംപ് എന്നുള്ളതാണ്. ട്രംപ് പറയുന്നു അമേരിക്കയും മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ഏത് തരത്തിലാണ് എന്ന് വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ അതെടുത്ത് പറഞ്ഞ ശേഷമാണ് ട്രംപ് പറയുന്നത് ഇത്രയധികം ശതമാനം തീരുവയിലേക്ക് കടക്കുകയാണ് എന്ന് പറയുന്നു. അന്യായ ഇറക്കുമതി തീരുവ ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് വരുമെന്ന് നേരത്തെ തന്നെ അമേരിക്ക പ്രഖ്യാപിച്ചത്. പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്ക് 26%, ചൈനയ്ക്ക് 34%. യൂറോപ്യൻ യൂണിയനുമായി വളരെ നല്ല അടുത്ത ബന്ധമാണ് അമേരിക്കയ്ക്കുള്ളത്. അതുകൊണ്ട് 20% താൻ പറയുന്നത് എന്ന് പറയുന്നു. UK-ക്ക് 10%, ജപ്പാന് 24%. ട്രംപ് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ അടുത്ത സുഹൃത്താണ്. 52% തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ നമ്മൾ അവർക്കൊരു ഡിസ്കൗണ്ട് പകരച്ചുങ്കമാണ് നൽകുന്നത്. അതുകൊണ്ടാണ് 26% എന്ന് പറയുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാകാൻ പോകുന്നത് വിദേശ നിർമ്മിത ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന 25% തിരിച്ചടി തീരുവ. അതാണ് ഇന്ത്യക്ക് ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതിൻ്റെ ഇടയിൽ പറയണം, ചൈനയുടെ സാമ്പത്തിക രംഗത്തും വലിയ തിരിച്ചടി 67%ഒക്കെയാണ് തീരുവ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക കൺട്രോൾ റൂമൊക്കെ തുറന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് 10% തീരുവയാണ് അമേരിക്ക ഏർപ്പെടുത്തുന്നതെങ്കിൽ ഒരു $600 കോടി ഇടിവുണ്ടാകുമെന്നുള്ളൊരു കണക്കുണ്ട്. അത് 10% ഇപ്പോൾ 26 ആകുമ്പോൾ 25% ഉയർത്തുമ്പോൾ അതനുസരിച്ചുള്ള വ്യത്യാസമുണ്ടാകും. ഇത് ഏകദേശം 51,600 കോടിയാണ് ഈ $600 കോടി എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പോൾ അത്രയധികം 2.5 ഇരട്ടിയോളം രൂപയുടെ പ്രത്യാഘാതമാണ് ഉണ്ടാകുക. ഇത് ഓഹരി വിപണിയെ മോശമായി ബാധിച്ചു. ഡൗ ജോൺസ് സൂചിക 256 പോയിന്റും നാസ്ഡാക്ക് 2.5% ഇടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നേരത്തെ തന്നെ ഇന്ത്യ ഇത് കരുതിയിരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യ അതിനൊരു പ്രിക്കോഷൻസ് എടുത്തിരിക്കുന്നു. ഒരു കൺട്രോൾ റൂം തുറന്നുകൊണ്ട് ആ തരത്തിലുള്ള ഒരു മോണിറ്ററിംഗ് ഇന്ത്യ നടത്തിയിരിക്കുന്നു. അത് കാരണം ഈ ഫെബ്രുവരി 2ാമത്തെ ആഴ്ച തൊട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തിക രംഗത്തിലെ ചർച്ച നടക്കുകയാണ്. വലിയ തരത്തിൽ ഇത് മോശമായിട്ട് ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് എന്നുള്ള പ്രതികരണങ്ങൾ ഇന്ത്യൻ ഫിനാൻസ് സെക്ടറിൽ നിന്ന് വരുന്നുണ്ട്. ഇന്ത്യ ചെയ്യുന്ന ചില കാര്യങ്ങൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വൈദ്യുതി വാഹനങ്ങളുടെ തീരുവ കുറയ്ക്കുക എന്നൊരു നടപടിയിലേക്ക് ഇന്ത്യ കടക്കാനൊരുങ്ങുകയാണ്. 100% ആയിരുന്നു ഇറക്കുമതി തീരുവ ഇന്ത്യ പ്രഖ്യാപിച്ചത് വൈദ്യുതി വാഹനങ്ങൾക്ക്. അതിന് പകരം അത് കുറയ്ക്കാൻ ഒരുങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യയിലെ വാഹന കമ്പനികളുടെ സമ്മർദ്ദം ഇതിനെതിരെയുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് എന്ന് ഇന്ത്യയിലെ വാഹന കമ്പനികൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്ത്യ ആ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു. സ്വാഭാവികമായിട്ടും ട്രംപിന്റെ വിശ്വസ്തനായിട്ടുള്ള ഇലോൺ മസ്കിന്റെ ടെസ്ലയ്ക്ക് ഏറെ ഗുണകരമാകുന്ന ഒരു തീരുമാനത്തിലേക്ക് കടക്കും. ഇവിടെയുള്ള ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ കമ്പനികൾക്കൊക്കെ വലിയ തിരിച്ചടി സൃഷ്ടിക്കുന്ന ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഒരു പ്രിക്കോഷൻസ് എടുത്തു എന്ന് ഉള്ള ആത്മവിശ്വാസം ഫിനാൻസ് സെക്ടറിനുള്ളത്. ഇന്ത്യൻ വിപണി ശക്തമായിട്ട് തിരിച്ചു കയറി. ലോകത്ത് ഓഹരി വിപണിയിൽ തിരിച്ചടി ഉണ്ടാകുമ്പോൾ പോലും സെൻസെക്സ് 592.93 പോയിന്റ് ഉയർന്ന് 76,617 അവസാനിച്ചിരിക്കുന്നത്. അതായത് നിഫ്റ്റിയും നേട്ടമാണ് വന്നിരിക്കുന്നത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ വലിയ ഇടിവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക രംഗം ഇതിനെ മറികടക്കും എന്നും ഉള്ള ആത്മവിശ്വാസം സെക്ടറിനുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ ഇന്ത്യ അതിന് പകരം ഈ ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന കാര്യങ്ങൾ ഏത് തരത്തിൽ തിരിച്ചടിയാകുമെന്നുള്ളതാണ്. ഒരൊറ്റ പോയിന്റ് കൂടി, കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലും ഈ പകർച്ചയുങ്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ തീരദേശ മേഖല, മത്സ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്.
അത് ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരിക എന്നും ഇനി വരും ദിവസങ്ങളായിരിക്കും വ്യക്തമാക്കുക. ശ്രീജ, ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ട്രംപ് പറഞ്ഞ കാര്യം ശ്രദ്ധേയമാണെന്ന് തോന്നുന്നു അപർണ. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ വന്നിരുന്നു, ഇപ്പൊ പോയതേ ഉള്ളൂ, എൻ്റെ അടുത്ത സുഹൃത്താണ്, പക്ഷേ യു ആർ നോട്ട് ട്രീറ്റിംഗ് അസ് റൈറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങോട്ട് ചുമത്തുന്നതിന്റെ പകുതി മാത്രമേ ഉള്ളൂ. മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഇളവുണ്ടെന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. ആ തരത്തിൽ ഒരു പ്രഖ്യാപനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. 52% ഇന്ത്യ ചുമത്തുന്നത്. അതിന് പകരം ഞങ്ങൾ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഡിസ്കൗണ്ട് തീരുവ ചുങ്കം, ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യക്കൊരു ഡിസ്കൗണ്ട് നൽകുകയാണ് എന്നുള്ളൊരു നിലപാട് മോദി പറയുന്നു. ട്രംപിന്റെ ഈ കടുത്ത സാമ്പത്തിക നയങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുന്ന തീരുമാനങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്നും കാനഡ അടക്കമുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ ഡിപ്ലോമാറ്റിക് ഒരു തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. ഈ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ ആ തരത്തിൽ ചില നിലപാടുകൾ മയപ്പെടുത്താനുള്ള നീക്കമാണ് ഇന്ത്യയുടെ ഫിനാൻസ് സെക്ടറിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ കുറേയേറെയൊക്കെ വഴങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള സൂചനകളാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വൈദ്യുതി വാഹനങ്ങളുടെ 100% ഇറക്കുമതി തീരുവുണ്ടായിരുന്ന വൈദ്യുതി വാഹനങ്ങളുടെ ആ തീരുവയെ കുറയ്ക്കാനുള്ള ഒരു വലിയ തീരുമാനം ഇന്ത്യ എടുക്കുന്നത് ഇവിടെയുള്ള വാഹന കമ്പനികളുടെ എല്ലാം നിലപാടിനെ സമ്മർദ്ദത്തെ മറികടന്നുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യ കുറച്ചുകൂടെ യൂറോപ്യൻ യൂണിയനോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോ സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോകുന്നു. അമേരിക്ക ഇന്ത്യ വാണിജ്യ ബന്ധം മെച്ചപ്പെടുത്തണം, അല്ലെങ്കിൽ അതിലേതെങ്കിലും തരത്തിലൊരു ഇടിവ് വരണം എന്ന് ഇന്ത്യ കരുതുന്നില്ല. സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള നിലപാടുകൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ പക്ഷേ വസ്ത്രങ്ങളുണ്ട്, വിദേശ നിർമ്മിത ഓട്ടോമൊബൈൽ പ്രോഡക്റ്റുകളുണ്ട്, സമുദ്ര ഉൽപ്പന്നങ്ങളുണ്ട്, ഇതിൻ്റെ എല്ലാം കയറ്റുമതി, ലോഹങ്ങളുണ്ട്, ഇതിൻ്റെ എല്ലാം കയറ്റുമതിയെ ബാധിക്കുന്ന വിഷയമാണ്. ഓരോ സെക്ടറും ആ തരത്തിലുള്ള നിലപാടിലേക്ക് ആണോ വ്യക്തമാകുക, അതായിരിക്കുമെന്നൊക്കെ ഇനി ഒരുപക്ഷെ ഇത് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ, അത് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്നത്തെ ദിവസം ഓഹരി വിപണിയിലേക്ക് കൂടി നമുക്ക് ഉറ്റുനോക്കാം. എങ്ങനെയാണ് ഈ ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തോട് വിപണികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നത് ഇന്ത്യൻ വിപണികൾ പ്രത്യേകിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചെറിയൊരു ഇടിവൊക്കെ പ്രകടമാക്കിയിരുന്നു. കാരണം ഇത് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. എന്തായാലും 26% എന്നത് മറ്റ് ഏഷ്യൻ കോമ്പറ്റേറ്റേഴ്സായ തായ്ലൻഡ് അല്ലെങ്കിൽ വിയറ്റ്നാം, ചൈന, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞ തീരുവയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ പ്രതിഫലനങ്ങൾ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.